നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ എല്ലാ പ്രൊഡക്റ്റും അറിയാം, അതെനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഇത്രയും അച്ചീവ്മെന്റുകൾ വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെറുതെ ഒരു അച്ചീവ്മെന്റും കിട്ടുകയല്ല, ആളുകളെ വെറുതെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ പ്രൊഡക്റ്റുകളും, പ്രൊഡക്റ്റാണ് നമ്മളുടെ അവസരങ്ങളെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഹൃദിസ്ഥമാണ് ഇതിനോടകം. എങ്കിൽ പോലും ഒത്തിരിയേറെ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് പലപ്പോഴും റിവിഷൻ നമ്മൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നിരുന്ന് പഠിക്കുന്ന പോലെ നമ്മളും ഈ ഒരു സമയം നമ്മളുടെ ഒരു മണിക്കൂർ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയ ന്യൂട്രിചാർജ് വെജ് ഒമേഗയെ പറ്റി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഒരു മിനിറ്റ്. വിസിബിൾ ആണോ മാഡം? സ്ക്രീൻ ഓക്കെ, വിസിബിൾ ആയി. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കിക്കോട്ടെ. അപ്പൊ ഞാൻ ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കട്ടെ കേട്ടോ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആക്ച്വലി നമ്മളുടെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കുന്നതാണ് എന്താണ് നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. അപ്പൊ ഏതൊക്കെ തരം പോഷകങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കാണാതെ അറിയാം, 7 കണ്ടന്റുകൾ, 7 പോഷകങ്ങൾ നമുക്കറിയാം. അത് നമ്മളിപ്പോ ഇവിടെ ഒരു നല്ല ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നോക്കിയേ, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ, ഇതെല്ലാം നമുക്കറിയാം. വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതൊക്കെ അറിയാം. അതിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയന്റ് എന്തൊക്കെയാന്ന് നമുക്കറിയാം, മാക്രോ ന്യൂട്രിയന്റ് എന്താണെന്ന് അറിയാം, വാട്ടറിന്റെ റോൾ അറിയാം, ഫൈബറിന്റെ റോൾ അറിയാം, എല്ലാം നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നമ്മളുടെ ഫുഡ് ഇതൊരു നിശ്ചിത അനുപാതത്തിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടാണ് ചെല്ലേണ്ടതെങ്കിലും പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല. മനുഷ്യരല്ലേ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഫുഡിൽ പോലും നമ്മളുടെ നിലനിൽപ്പ് നമ്മളുടെ ആരോഗ്യത്തിൽ കൂടിയാണെങ്കിൽ അതിൽ പോലും ഒരു ബാലൻസ്ഡ് ആയിട്ട്, ഒരു ന്യൂട്രിയന്റ് ആയിട്ട് പോഷകങ്ങൾ വേണ്ട അളവിൽ എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ആധുനിക ലോകത്തിൽ വരുന്ന പ്രശ്നങ്ങളും എല്ലാം അറിയാം നമുക്ക്. നമ്മളതാണ് ദിവസവും നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വൈറ്റമിൻസും മിനറൽസും നമുക്കറിയാം ആളുകൾക്ക് ഡെഫിഷ്യന്റ് ആണ്, നമ്മളുടെ ഫുഡിൽ കൂടി കിട്ടുന്നില്ല. അതുപോലെ ഫൈബർ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല, പ്രോട്ടീൻ ആവശ്യത്തിന് നമ്മൾക്ക് കിട്ടുന്നില്ല, ഫുഡിൽ കൂടി കിട്ടുന്നില്ല. ഈ ആദ്യത്തെ ഞാൻ ഈ പറയുന്ന ഈ 4 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മൾ പലപ്പോഴും മറന്നോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുടിക്കാൻ ശ്രമിക്കുന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിലോട്ട് ആവശ്യത്തിന് ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും വേണ്ടതിലധികവുമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്. ശരിയാണല്ലോ? ഈ ഒരു നഗ്നമായ ഒരു സത്യം നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. നമ്മളുടെ എന്നാ പറയുക, അത് എങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം, അതൊരു ശീലമാക്കാം എന്ന് നമ്മൾ ശ്രമിക്കാറുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്നത്, ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഈ ഫാറ്റ് എന്ന് പറയുന്ന ആ ഒരു ന്യൂട്രിയന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ മെൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറുകൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഫൈബർ പഠിക്കേണ്ട, വെള്ളം കുടിക്കേണ്ട ആവശ്യകത നമ്മൾ പഠിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ചോറിൽ, പ്രത്യേകിച്ച് കേരളൈറ്റ്സ് കഴിക്കുന്ന ചോറിൽ കൂടുതലും ഈ പറയുന്ന അന്നജമടങ്ങിയ ഭക്ഷണമാണ് എങ്കിൽ ഫാറ്റും ഒത്തിരിയേറെ അതിൽ ചെല്ലുന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഈയിടെയായിട്ട് അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് പേടി, ഈ ഇടയ്ക്കാണ് അതിന്റെ ഒരു അതിപ്രസരം വന്നത്. പക്ഷെ അതിനു മുന്നേ നമ്മൾക്ക് പണ്ട് തുടങ്ങിയ നമ്മുടെ ഒരു പേടിയായിരുന്നു ഈ ഫാറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് കൂടുതലുള്ളപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യാറില്ല. ഇതായിരുന്നു ഒരു സത്യം, ഇതാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മിനിറ്റ്, സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് നമ്മുടെ ശരീരം ഫാറ്റ് വേണ്ടത് കൊണ്ടാണല്ലോ അത് ന്യൂട്രിയന്റ് എന്ന് പറയുന്ന, പോഷകം എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഹെൽത്തിന് വേണ്ടുന്നതല്ലാത്ത ടൈപ്പ് ഫാറ്റും നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോ എന്തിനാ ഫാറ്റ് എന്ന് പറയുന്നത്, ഈ കൊഴുപ്പ് എന്തിനാണ്?
കൊഴുപ്പ് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമുക്കറിയാം എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ്, നമ്മൾ കഴിക്കുന്ന പോഷകങ്ങളിൽ നിന്ന് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മൾ കുറെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 4 കിലോ കാലറി ആണ്, ഫാറ്റ് ആണെങ്കിൽ 9 കിലോ കാലറി ആയിട്ട് അത് മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പലതരം ഫാറ്റ് ഉണ്ട്, അതിനകത്ത് ഏത് ഫാറ്റാണ് നമുക്ക് ഗുണകരമാകുന്നത്, ഏതാണ് നമുക്ക് വേണ്ടാത്തത്, ഇതാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നത്. പഴയ കാലങ്ങളിൽ വീടുകളിൽ ഉണ്ടാക്കിയ ഫുഡ് മാത്രമായിരുന്നത് കൊണ്ടും അധ്വാനശീലം കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടും ഇതേപ്പറ്റി അധികം അറിവില്ലെങ്കിൽ പോലും നമ്മളെ അത് സാരമായിട്ട് ബാധിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ ബേക്കറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പാക്ഡ് ഫുഡ്സ് നമ്മൾ കൂടുതൽ വാങ്ങിച്ച് കഴിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എക്സസൈസ് ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ ആധുനിക ലോകത്തിന്റെ ഏത് കോണി പോയാലും കാണുന്ന കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊക്കെ തരം ഫാറ്റ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആ ഫാറ്റിലെ ഏത് ഫാറ്റാണ് നമ്മൾ കൂടുതൽ നമ്മൾ കഴിക്കാവുന്നത്, ഏത് ഫാറ്റാണ് കുറച്ച് ലിമിറ്റ് ചെയ്ത് കഴിക്കേണ്ടത്, ഏത് ഫാറ്റാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ വീട്ടിൽ വെക്കുന്ന ഫുഡുകളല്ല കൂടുതലും കഴിക്കുന്നത്. പിന്നെ എന്താണ് അടുത്ത റീസൺ? നമ്മൾക്ക് എക്സസൈസ് ഇല്ല. കാരണം ഈ ഫാറ്റ് 9 കിലോ കാലറി ആണ്, അതിന്റെ എനർജി അത്ര അധികമാണ്, ഇരട്ടിയിലധികമാണ്. കാർബോഹൈഡ്രേറ്റ് അന്നജത്തിനേക്കാളും ഇരട്ടിയിലധികമാണ് ഇതൊന്ന് കത്തിച്ച് കളയണമെങ്കിൽ ഉള്ള ആ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആധുനിക മനുഷ്യരാണെങ്കിൽ, ആധുനിക ജീവിത രീതി ആണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചുകൊണ്ട് മാത്രമേ, തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മളുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആദ്യം വരുത്തുക. കാരണം ഇതേപ്പറ്റിയൊക്കെ പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഫാറ്റിന്റെ കാര്യം പഠിക്കാൻ നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. വേറെ എല്ലാം നമ്മൾ പ്രോട്ടീൻ കേട്ടു, അമിനോ ആസിഡ് കേട്ടു, മാലയുടെ മുത്ത് പോലെയാണ്, ഇങ്ങനെയൊക്കെ കേട്ട് കുറച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ ഫാറ്റിന്റെ കേസിൽ വരുമ്പോഴത്തേനും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഐഡിയ പലപ്പോഴും നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ആധുനിക ലോകത്തിലാണ്, നമ്മുടെ ജീവിത രീതി ആധുനിക യുഗത്തിലെ പോലെ തന്നെയായി മാറി. നമ്മൾക്ക് എക്സസൈസും ഇല്ല, പിന്നെ എന്തുമില്ല, വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകളല്ല കൂടുതലും കഴിക്കുന്നത് എന്നുള്ളതും നമ്മൾ അത് എടുത്ത് നോക്കിയാൽ അറിയാം. പലപ്പോഴും നമ്മളുടെ ബേക്കറി ഫുഡുകൾ, പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ RCMൽ വന്നുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ അതിൽ നിന്നൊക്കെ ചെറിയൊരു മോചനമായെന്ന് മാത്രം. അപ്പൊ ഫാറ്റ് വേണം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നമ്മൾ കഴിക്കേണ്ടതുണ്ട്, ലിമിറ്റ് ചെയ്ത് കഴിയേണ്ടതുണ്ട്, നമ്മൾ അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതും ഉണ്ട്. അത് അത്രയും വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു അറിവ് കൊണ്ടുവരിക. ഇനി എന്തൊക്കെയാണ് ഫാറ്റ് കഴിക്കുന്നത് കൊണ്ട് ന്യൂട്രിയന്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു പോഷകം അല്ലെങ്കിൽ ഒരു പോഷകം എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോഷകമായിട്ട് ഈ ഫാറ്റിനെ നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? ഏതാണ്ട് ഒരു 10ഓളം കാര്യങ്ങള്, ധർമ്മങ്ങൾ ഈ ഫാറ്റിനുണ്ട്. നല്ല ഫാറ്റിനുണ്ട്, നമ്മൾ കഴിക്കേണ്ട ഫാറ്റിനുണ്ട്. ഒന്ന്, നമ്മളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് വേണം. 2, നമ്മളുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ, നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു നമുക്ക് വേണ്ട നല്ല ഫാറ്റ് അവിടെ വേണം. അതുപോലെ പുതിയ സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഉണ്ടായ സെല്ല് വളരണമെങ്കിൽ. ഇപ്പൊ ഞാൻ മൂന്നാമത് പറഞ്ഞത് എന്താണ്? പുതിയ സെല്ലുകൾ ഉണ്ടാവണമെങ്കിൽ. അതുപോലെ ഏതാണ്? ഹാർട്ട് ഡിസീസുകൾ കുറയണമെങ്കിൽ, ഇപ്പം ഹൃദയാരോഗ്യം നിലനിർത്തണമെങ്കിലും, അതുപോലെ തന്നെ ഷുഗർ, ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് എല്ലാവരും സാധാരണയായി പറയുന്ന ആ ഷുഗറിനെ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ, കൺട്രോൾ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യണമെങ്കിലും നമ്മളുടെ ശരീരത്തിൽ നല്ല കൊഴുപ്പിന്റെ ആവശ്യമുണ്ട്. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? നമ്മളിപ്പോ 4 പോയിന്റാ കണ്ട. 5ാമത്തെ പോയിന്റ്, നമ്മളുടെ മസിലുകൾ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ, അനക്കം പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു വഴക്കത്തോടു കൂടി അത് വർക്ക് ചെയ്യണം, മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ഫാറ്റ് വേണം. അതുപോലെ ബ്ലഡിനകത്തെ ഷുഗർ ബാലൻസ് ചെയ്യണമെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് ദഹിച്ച് ബ്ലഡിനകത്തോട്ട് കയറുമ്പോൾ ഈ പറയുന്ന അന്നജമെല്ലാം ഈ ബ്ലഡിൽ കയറുന്നുണ്ട്. അപ്പൊ ആ ഷുഗർ കണ്ടന്റ് ബാലൻസ് ചെയ്ത്, ബ്ലഡിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആര് വേണം? ഈ നല്ല ഫാറ്റിന്റെ ഒരു പ്രസൻസും കൂടെ ഉണ്ടായേ മതിയാവൂ. അതുപോലെ നമ്മുടെ തലച്ചോറ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഫാറ്റ് കൂടിയേ തീരൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഫാറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാ. ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ ഒരു വലിയ വണ്ണമുള്ള, അല്ലെങ്കിൽ കൊടവയറ് ചാടിയ, ഒരു വല്ലാത്തൊരു മാംസമിണ്ടം പോലത്തെ ആൾക്കാർ, എങ്ങനെയൊക്കെ നമ്മുടെ ചിന്തയിൽ ഈ ഫാറ്റ് ഈ ഒരു രീതിയിൽ ചിന്തിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോളുക, നമ്മൾ പഠിക്കുന്ന ഓരോ പോഷകങ്ങളുടെ
പോഷകങ്ങളിൽ ഒരു മെയിൻ പോഷകമാണ് ഏത്? ഫാറ്റ്. അതിൽ നമ്മൾ കഴിക്കേണ്ട നല്ല ഫാറ്റുകൾ ചെയ്യുന്ന 10 ധർമ്മങ്ങളിൽ നമ്മളിപ്പോ പഠിച്ചു വന്നത് ബ്രെയിൻ ഫങ്ഷനിങ് വരെയാണ്. ഇനി അറിയാം നമ്മൾക്ക് മിനറൽസും അതുപോലെ തന്നെ വിറ്റാമിനുകൾ, ജീവകങ്ങൾ നമ്മൾ കഴിച്ചാൽ പോലും അത് നമ്മളുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ, ചിലതരം വിറ്റാമിനുകൾ ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ ആര് വേണം? അവിടെ ഫാറ്റ് വേണം. ഞാനതിന് ചില ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയുമായിരുന്നു, നമ്മള് ഫാറ്റ് കേട എന്നുള്ള വാക്ക് ഓർത്താ അറിയാം ഏതൊക്കെ വിറ്റാമിനുകളാണ്. ADEK അല്ലെ? ADEK വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആരുടെ പ്രസൻസ് വേണം? ഈ പറയുന്ന നല്ല ഫാറ്റിന്റെ പ്രസൻസ് വേണം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകൾ ഉണ്ട്. ആ ഹോർമോണുകളാണ് പല പ്രവർത്തനങ്ങളും നമ്മൾക്ക് സ്പീഡിൽ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓടണോ അതോ അതിനെ കൊല്ലണോ, ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് എന്നാ പറയുന്നത്, പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡെയിലി നമ്മൾക്ക് കുറെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണുകളുടെ ഹോർമോൺ ഉണ്ടാവണമെങ്കിലും അവിടെ എന്ത് വേണം? ചില ഫാറ്റുകൾ അവിടെ നമ്മളുടെ ശരീരത്തിൽ കൂടിയേ തീരൂ. അതുപോലെ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ രോഗപ്രതിരോധ ആ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഫാറ്റ് ഉണ്ടായേ തീരൂ. ഇപ്പോൾ ചിലരുടെ കൺസെപ്റ്റ് ആണ് ഒട്ടും ഫാറ്റ് എടുക്കില്ല, ഒട്ടും കാർബ് എടുക്കില്ല, കാർബോഹൈഡ്രേറ്റ് എടുക്കില്ല. അങ്ങനെയല്ല, എല്ലാം വേണം. അധികമായാൽ അമൃതം വിഷം എന്നുള്ള ആ ഒരു ചൊല്ല് അവിടെ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഒട്ടും ഇല്ലാതായാലും അത് പറ്റത്തില്ല. അപ്പൊ ആവശ്യമുള്ള ഫാറ്റ് നമ്മൾ ആവശ്യമുള്ള അളവിൽ കഴിക്കണം. ഈ 10 ധർമ്മങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നടക്കണമെങ്കിൽ. ഇതിനകത്ത് ഏതെങ്കിലും കാര്യം നമുക്ക് വേണ്ടാത്തതുണ്ടോ? ഈ ഫാറ്റ്, നമ്മളുടെ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലാത്തത് മൂലം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ, നമ്മളുടെ മനസ്സിന്റെ ആ ഒരു ആരോഗ്യാവസ്ഥ എല്ലാം താളം തെറ്റിപ്പോയില്ലേ? നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു മെയിൻ ആരോഗ്യമാണ് എല്ലാത്തിലും ആദ്യം വേണ്ടത്. അതവിടെ താളം തെറ്റിയില്ലേ? സോ ഫാറ്റിന്റെ ഫങ്ഷൻസ് ഇത്രയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് റിയലൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഏതൊക്കെ തരം ഫാറ്റുകളാണ് ഉള്ളത്. ഇച്ചിരി മുന്നേ ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള ഫാറ്റുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ജീവിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. നമ്മൾ ആരോഗ്യം നിലനിർത്തി നല്ല ആരോഗ്യത്തിൽ പോകണമെങ്കിൽ നമുക്ക് എക്സസൈസ് നമുക്ക് കൂടിയേ തീരൂ. പക്ഷെ അത് പലപ്പോഴും ചെയ്യുന്നില്ലാത്തത് കൊണ്ടും, ബേക്കറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പാക്ഡ് ഫുഡ്സ്, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടും അല്ലെങ്കിൽ പുറത്തുണ്ടാക്കുന്ന പലതരം എണ്ണകളിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ടും നമ്മൾ ഈ ഫാറ്റിനെ പറ്റി ചെറിയൊരു ഐഡിയ എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ തരം ഫാറ്റ് ആണ് ഉള്ളത്, ഫാറ്റിന്റെ പല ഫോം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ വെള്ളത്തിന്റെ പല ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഐസായിട്ടിരിക്കും അല്ലെ? അതുപോലെ തന്നെ അത് വെള്ളമായിട്ടിരിക്കും, നീരാവി ആയിട്ടിരിക്കും എന്ന് പറയണ പോലെ ഫാറ്റ് പല ഫോമുകളിലുണ്ട്. ഓക്കെ, അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഈ വാക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സാച്ചുറേറ്റഡ്, പൂരിത കൊഴുപ്പ് എന്നൊക്കെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊന്ന് ഇപ്പൊ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ അത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചു, പിന്നെ അത് മറന്നു കളഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പൂരിത കൊഴുപ്പ്. അപ്പൊ അപൂരിത കൊഴുപ്പും ഉണ്ടാവുമല്ലോ, അതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പിന്നെ ട്രാൻസ് ഫാറ്റ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഒത്തിരി കേട്ടിട്ടുണ്ട് ട്രാൻസ് ഫാറ്റി ആസിഡ്സ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ പലർക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ 4 ടൈപ്പ് ഫാറ്റ്, നമ്മുടെ ഫാറ്റ് ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ട്രാൻസ് ഫാറ്റി ആസിഡ്, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്. ഇത്രയും രീതിയിലാണ് നമ്മളുടെ ഉള്ളിൽ ഈ പറയുന്ന കൊഴുപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിലൂടെയും നമ്മളുടെ ഉള്ളിലൊക്കെ ഈ കൊഴുപ്പുകൾ ഉണ്ടാവാനുള്ള രീതികൾ ഈ ഇത്രയും രീതിയിലാണ് ഇരിക്കുന്നത്. അതിൽ നോക്കിയൊരു ബ്ലൂ എങ്കിലും എഴുതിയിട്ടുണ്ട്, നീല മഷിയിൽ എഴുതിയിട്ടുണ്ട്. ഏത്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അത് തന്നെ 2 ഫോമിലുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ബയോകെമിസ്ട്രിയും ബാക്കി പഠിക്കുന്ന ആൾക്കാർ പഠിച്ചോളും. omega-3 ആൻഡ് omega-6 ഫാറ്റി ആസിഡ്. ഇതാണ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ആ ഫാറ്റി ആസിഡും അതിനെ പറ്റിയാണ് ഇനി നമ്മൾ അങ്ങോട്ട് വിശകലനം ചെയ്യേണ്ടത്. കാരണം ഇതാണ് നമുക്ക് വേണ്ട, നമ്മൾ അറിയേണ്ട മെയിൻ ഏറ്റവും നല്ല ഫാറ്റി ആസിഡ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫോം ഓഫ് ഫാറ്റ്. ഇത്രയും നമ്മൾ ഏകദേശം നമ്മളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇത് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിൽ ഇരുന്നാലേ നമുക്കിത് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇനി അടുത്തത് നോക്കിയേ. അപ്പോ ഈ ഫാറ്റി ആസിഡുകൾ ഈ 4 ടൈപ്പ് പറഞ്ഞതില് അതിനെ പലതായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്നതാ? വെരി ഇമ്പോർട്ടന്റ്,
അത്യന്താപേക്ഷിതമായിട്ടുള്ള ഫാറ്റി ആസിഡ്. രണ്ടാമത്തത് എന്താണ്? നോൺ എസെൻഷ്യൽ, നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പിന്നെ ഫ്രീ ഫാറ്റി ആസിഡ്, അതും നമ്മളിപ്പോ എന്നാന്ന് അറിയൊന്നും വേണ്ട. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ് നമ്മൾ അറിയേണ്ടത്. എന്നാന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാക്കാൻ ശരീരത്തിന് പറ്റില്ല. നമ്മൾ അതങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, വേറെ പല ക്ലാസ്സുകളിലും നമ്മൾ വേറെ ചില സാധനങ്ങളിലൊക്കെ അത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫാറ്റി ആസിഡില് നമ്മൾ ഫുഡിൽ കൂടിയോ എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ നമ്മളുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മളുടെ ശരീരം തന്നെത്താൻ ഉൽപ്പാദിപ്പിക്കുന്ന തരം ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തോട് അത്രയും റെസ്പോൺസിബിലിറ്റി ഇല്ല. കാരണം ഇപ്പൊ അതിന് എക്സാമ്പിൾ ഒലീക് ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒലീക് ആസിഡ്, ഫാറ്റി ആസിഡ് ഒക്കെ നമ്മുടെ ശരീരം ഉണ്ടാക്കിക്കോളും, നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ട. പക്ഷെ ഏത് സാധനമാണ് നമ്മൾ ഫുഡിൽ കൂടെ കൊടുക്കേണ്ടത്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. അതിന് 2 പേരുണ്ട്, ഇരട്ടകളുടെ പേര് പോലെയാണ്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടേക്കുക. അത് omega-3യുടെയും omega-6ന്റെയും പേരാണ്. എങ്കിലും ഞാനതൊന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് എടുത്തതാണ്. ലിനോലിക് ആസിഡും ലിനോലെനിക് ആസിഡും. കണ്ടോ, ഇരട്ട പിള്ളേരുടെ പേര് പോലെ ഇല്ലേ? ലിനോലിക് ആസിഡും ലിനോലെനിക് ആസിഡും. ഇത്ര ഓർക്കാനേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്ത്? നമ്മൾ ഫുഡിലൂടെ നമ്മളുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഫാറ്റി ആസിഡ്. ഓക്കെ, സ്ലൈഡ് ചേഞ്ച് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ. അപ്പൊ അതിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊന്നും ഓർക്കാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ അകത്ത് നിങ്ങൾ omega-6 ഫാറ്റി ആസിഡിന്റെ പേരാണ് ലിനോലിക് ആസിഡ്. omega-3 ഫാറ്റി ആസിഡിന്റെ പേരാണ് ലിനോലെനിക് ആസിഡ്. അതിന്റെ ഇപ്പുറത്തൊരു ചെറിയൊരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്, ആൽഫ ലിനോലെനിക് ആസിഡ് ആണ് omega-3 ഫാറ്റി ആസിഡ്. നമ്മളത് കുഞ്ഞുനാൾ മുതലേ കേട്ടിട്ടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേനും മീൻകുളിയോ കൊണ്ടുവരുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ചാളയിലുണ്ട്, ചാള വറുത്ത് കഴിക്കരുത്, പീര വെച്ച് കഴിക്കണം, കറി വെച്ച് കഴിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു അറിവുകൾ നമുക്ക് പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ omega-3 ഫാറ്റി ആസിഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, omega-6 ഫാറ്റി ആസിഡ് എന്ന് മീൻസ് നമ്മളിപ്പോ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരാണ് ലിനോലിക് ആസിഡും. omega-3യുടെ പേരെന്താണ്? ആൽഫ ലിനോലെനിക് ആസിഡും. അതിനെ ALA എന്ന് ഓർത്താൽ മതി, ആൽഫ ലിനോലെനിക് ആസിഡ്. എന്തിനാ ഈ ALA വരെ ഞാൻ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റിലോട്ട് എത്തുമ്പോഴത്തേനും നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചൊന്ന് അറിയേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. ദെൻ omega-3 ഫാറ്റി ആസിഡ് പിന്നെ നമ്മൾ നമ്മൾ അറിയേണ്ടത് ഏതാണ്? ഇതെന്നതായിരുന്നു? എസെൻഷ്യൽ ഫാറ്റി ആസിഡിലെ 2 പേരിൽ ഒരാളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? omega-3 ഫാറ്റി ആസിഡ്. അത് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് നല്ലപോലെ അറിയാം, അത് നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ്, DHA. ഈ omega-3 ഫാറ്റി ആസിഡ് എത്ര ടൈപ്പാണ്? 3 ടൈപ്പ്. അതിലെ ഏറ്റവും നമുക്ക് പരിചയമുള്ളത് ഏതാണ്? DHA നമുക്ക് പരിചയമുണ്ട്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ദെൻ ഇതിനകത്ത് വേറെ 2 പേരാണ് ALA. അതിപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, ആൽഫ ലിനോലിക് ആസിഡ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ EPA. ഈ 3 പേരെന്ന് ഓർത്താൽ മതി. 3 പേര് omega-3 ഫാറ്റി ആസിഡ് 3 പേര്, 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ALA, EPA, DHA. ഇത്രയും പേരാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ALA ഞാൻ കൂടുതൽ പറയണത് എന്നാന്ന് വെച്ചാൽ നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ കണ്ടന്റ് ആണ് ഏത്? ALA. അതായത് omega-3 ഫാറ്റി ആസിഡിലെ 3 ടൈപ്പിലെ ALA എന്ന് പറയുന്ന ടൈപ്പാണ് ഏതിൽ അടങ്ങിയിരിക്കുന്നത്? നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് DHA അറിയാലോ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അറിയാലോ. അതുപോലെ ഏതിലെ? ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ടൈപ്പ് omega-3 ഫാറ്റി ആസിഡ് ഏതാണ്? ALA ആണ്. അപ്പൊ ഈ ALA എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അപ്പൊ ALA എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തിനു നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കണം എന്ന് മനസ്സിലാവും. അപ്പൊ ഇത് നോക്കിയേ, ALA എന്താ ചെയ്യുന്നത്? നമ്മളുടെ കാർഡിയോ വാസ്കുലർ ഡിസീസ്, നമ്മളെ ഹൃദയത്തിനെയും അതുപോലെ രക്തക്കുഴലുകളെയും ബാധിക്കുന്ന അസുഖങ്ങളെ
തടയാം അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട്, അതുമൂലം ഉണ്ടാവുന്ന റിസ്കുകളെ കുറയ്ക്കാൻ, ഹാർട്ടിൽ വരുന്ന ഡിസീസ് അസുഖങ്ങൾ എന്നാക്കിയാന്ന് നമുക്കറിയാം. ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ എത്രയോ പേരാണ് നിപ്പി കുഴഞ്ഞു വീഴുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു എക്സാമ്പിൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് കേട്ടു, അവർക്ക് അത് കേട്ടപ്പോ നമുക്കൊരു ഷോക്ക് ഉണ്ടായി. പക്ഷെ അത് പിന്നീട് അത് സ്ഥിതി ഇച്ചിരി മോശമാണെന്ന് കേട്ട് നമ്മളൊരു 5-6 മാസം കഴിയുമ്പോൾ നമ്മളത് അയാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വലിയ വിഷമില്ല എന്നല്ല, പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു സമയം നമ്മുടെ മനസ്സിന് കിട്ടി, അല്ലെ? പക്ഷെ ഇന്നലെ കണ്ടയാള് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോ ഒരു കോള് വരാണ്, ആ ആള് മരിച്ചുപോയി എന്ന് പറയുമ്പോ, അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് പറയുമ്പോ നമുക്കുണ്ടാവുന്ന ആ വിഷമാവസ്ഥയൊന്ന് ആലോചിക്കുക. നമ്മൾ കേട്ടതേ ഉള്ളൂ, ഇന്നലെ ഞാൻ കണ്ട ആളാണെന്നേ, ഇന്നലെ എന്നോട് ഇങ്ങനെ മിണ്ടിയ ആളാണെന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോക്കിംഗ് രീതിയിലുള്ള നമ്മളുടെ വർത്താനം. ഈ ഒരു അവസ്ഥയിൽ കൂടെ എത്രയേറെ കുടുംബങ്ങളാണ് ഇപ്പൊ കടന്നു പോകുന്നത്, എത്രയേറെ കുടുംബങ്ങളാണ് കടന്നു പോകുന്നത്, അല്ലെ? ഒരു ക്യാൻസർ വന്നു, അതിന്റെ ഭീകരാവസ്ഥയും ഇതെല്ലാം അത് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മളുടെ കയ്യില് ന്യൂട്രി ചാർജ് വെജ് ഒമേഗ നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാനുള്ള അത്രേ ഉള്ളൂ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ. 1 മാസത്തേക്കുള്ള ഹൃദയാരോഗ്യത്തിനുള്ള ഒരു ബോക്സ് ആയിട്ട് എന്റെ ഈ കൈപ്പിടിയിൽ ഇരിക്കുന്ന ഈ സാധനം അതേ രീതിയിൽ തന്നെ എനിക്ക് സുരക്ഷിതമാക്കി എന്റെ ഹാർട്ടിനെയും, ഞാൻ അറിയുന്ന എന്റെ വീട്ടുകാരുടെ ഹാർട്ടിനെയും, അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന എല്ലാവരുടെ ഹാർട്ടിനെയും സംരക്ഷിക്കാൻ കെൽപ്പുള്ള ന്യൂട്രി ചാർജ് വെജ് ഒമേഗ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവർ ഈ ഒരു അവസ്ഥയിലൂടെ പെട്ടെന്ന് ഹാർട്ട് ഡിസീസ് വരുന്നു, മരിച്ചു പോകുന്നു. ഈ ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ, അല്ലെ? കൊഴുപ്പടിഞ്ഞു കൂടി അവിടെ ഹാർട്ടിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോഴാണ് ഇത് അറ്റാക്കിലേക്ക് മാറുന്നത്. ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, ശരിയല്ലേ? അപ്പോ അതിലേക്ക് എത്താതിരിക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ ഈ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ ഉണ്ട് എങ്കിൽ അതിലെ ALA എന്ന് പറയുന്ന ആ omega-3 ഫാറ്റി ആസിഡ് സഹായിക്കുമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ എന്തുകൊണ്ട് വേണ്ടത്ര ഗൗരവത്തോടെ എടുക്കുന്നില്ല? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പൊ കാർഡിയോവാസ്കുലർ ഹെൽത്തിന് എത്രത്തോളം ഇപ്പോഴത്തെ രീതിയിൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഡോക്ടേഴ്സ് അടക്കമുള്ള എത്രയോ പേര്, അത് എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രശസ്തമായ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ റിസൈൻ ചെയ്ത് ഇരിക്കുന്ന ആ ഒരു പീരീഡിലാണ് ഞാൻ ഉള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്, അതിവിദഗ്ധനാണ് അദ്ദേഹത്തിന്റെ മേഖലയില്. അദ്ദേഹം വളരെ ചെറുപ്പമാണ്, എനിക്ക് തോന്നുന്ന ഒരു 42-43 ആ ഒരു ഏജ് ഉണ്ടെങ്കിൽ ഉണ്ട്. 38 ആണ് ഏജ്. അപ്പൊ അദ്ദേഹം എക്സസൈസിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്താത്ത ആളാണ്. ആ എക്സസൈസ് ചെയ്യുന്ന അവസ്ഥയിൽ കുഴഞ്ഞു വീണു, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു, അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ആഫ്റ്റർ കോവിഡ് ഈ പറയുന്ന കുഴഞ്ഞു വീണ മരിക്കല് ചെറുപ്പക്കാരുടെ കുട്ടികളിലുണ്ട്, ശരി, അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. പക്ഷെ ചെറുപ്പക്കാരുടെ ഇടയിൽ, അതും ഈ പറയുന്ന ഡോക്ടേഴ്സ് പോലും അത്രയ്ക്കും അറിവുകളും കാര്യങ്ങളും ഉള്ള, അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഒറ്റ ദിവസം കൊണ്ട് വരുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഫുഡില് നമ്മളുടെ പോഷകങ്ങൾ എത്ര കൃത്യമായ അളവിൽ ചെല്ലുന്നില്ല, നമ്മളുടെ ആധുനിക ലോകത്ത് നമ്മൾ കഴിക്കുന്നത് ഒന്നും നമ്മളുടെ ആരോഗ്യത്തിന് പറ്റാത്തതാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ന്യൂട്രി ചാർജ് വെജ് ഒമേഗയെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാതെ പോകുന്നത്? അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്, ന്യൂട്രി ചാർജ് വെജ് ഒമേഗയിലെ മെയിൻ കണ്ടന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? നമ്മളുടെ omega-3 ഫാറ്റി ആസിഡിന്റെ 3 ടൈപ്പിലെ ആദ്യത്തെ ആണ് ഏതാണ്? ALA, ആൽഫ ലിനോലെനിക് ആസിഡ്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യത്തെ കാര്യം നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ ഇനി ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നമ്മളുടെ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ എന്റെ കയ്യിൽ ഉണ്ടായി, അത് കഴിക്കണം, എന്റെ വീട്ടുകാർക്ക് കൊടുക്കണം, അതുപോലെ തന്നെ ഞാൻ അറിയുന്ന എല്ലാവരിലോട്ടും ഇത് എത്തിക്കണം. അപ്പോ അതിനൊരു എക്സാമ്പിൾ പറയാണ് എങ്ങനെയാണ് കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ ആ ഒരു റിസ്കിനെ കുറയ്ക്കുന്നതെന്നുള്ളത്. ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നവർക്ക് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും.
അതുപോലെ വീക്കങ്ങൾ, ഉള്ളിൽ വീക്കം ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതാണ്. നമ്മളുടെ ശരീരത്തിന്റെ ആ ഒരു ശരിയായ സുഖമുള്ള അവസ്ഥയിൽ നിന്ന് ഒരു നീർക്കെട്ടിലേക്ക് പോകുന്ന, നീർക്കെട്ട് തുടങ്ങി അത് പിന്നീട് ഒരു അസുഖത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ആ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അറിയാലോ, നമുക്ക് ഈ ജോയിന്റ് പെയിൻ ഒക്കെ, അതൊക്കെ ഈ വാദം എന്നൊക്കെ പറയുന്ന അതൊക്കെ ഓരോ ഇൻഫ്ലമേഷൻസ് ആണ്. പലതരം ഇൻഫ്ലമേഷൻസ് ഉണ്ട് നമുക്ക്, അല്ലെ? നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയും, അപ്പൊ സൈനസൈറ്റിസ് പറയും. അതുപോലെ തന്നെ നമ്മളുടെ തൈറോയിഡിന് നമുക്ക് ഇൻഫ്ലമേഷൻ അല്ല, ടോൺസിലിന് നമുക്ക് ഇൻഫ്ലമേഷൻ വരാറുണ്ട്, ടോൺസിലൈറ്റിസ് എന്ന് പറയും, അല്ലെ? പല രീതിയിലുള്ള ഗ്യാസ്ട്രൈറ്റിസ് പറയും. അങ്ങനെ പലതരം ഇൻഫ്ലമേഷൻസ്. അതിൽ ഈ പറഞ്ഞ പോലെ കാർഡിയോവാസ്കുലർ ഡിസീസിലേക്ക് നീങ്ങുന്ന, അല്ലെങ്കിൽ ഹാർട്ടിന്റെയും രക്തക്കുഴലിന്റെയും ഡിസീസിലേക്ക് നീങ്ങുന്ന തരമുള്ള ഇൻഫ്ലമേഷൻസിനെ, നീർക്കെട്ടുകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അത് തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാം. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് HDL നോക്കും, അതായത് നല്ല കൊളസ്ട്രോൾ. LDL എത്രയാണെന്ന് അറിയാൻ പറ്റും, ട്രൈഗ്ലിസറൈഡ് എത്രയാണെന്ന് അറിയാൻ പറ്റും, അല്ലെ? അപ്പോൾ അതിനകത്ത് നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുമ്പോഴത്തേനും ചിലപ്പോൾ കറക്റ്റ് വാല്യൂല് ചിലപ്പോൾ നിൽക്കണ്ടാവും, ബോർഡറിൽ നിൽക്കണ്ടാവും. പക്ഷെ HDL കുറഞ്ഞിരിക്കും. HDL പക്ഷെ നമുക്ക് വേണ്ട അളവില് കൂടി വരണം. LDL കൂടി നിൽക്കും, അതായത് മോശം കൊളസ്ട്രോൾ, അതിനെ നമുക്ക് താത്തിയെടുക്കണം. അതാണ് ഇംപ്രൂവ് ലിപ്പിഡ് പ്രൊഫൈൽ. അതുപോലെ ട്രൈഗ്ലിസറൈഡ് ഒത്തിരി കൂടി നിൽക്കും, അപ്പൊ അതിനെ കുറച്ച് സാധാരണ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ ALA അടങ്ങിയ നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കുമ്പോൾ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും, അതുപോലെ കുറയ്ക്കുക മീൻസ് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക, നോർമൽ ആക്കുക, അതുപോലെ കൊളസ്ട്രോൾ ലെവല് നോർമൽ ആക്കി തരികയും. അതെങ്ങനെയാ ചെയ്യുന്നത്? ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ദൂഷ്യമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലിപ്പിഡിനെ കുറച്ച് തരികയും, കൊഴുപ്പിനെ കുറച്ച് തരികയും, നമുക്ക് വേണ്ട നല്ല കൊളസ്ട്രോളിനെ കൂട്ടിത്തരികയും ചെയ്യും. കണ്ടോ? നല്ല കൊളസ്ട്രോളിനെ കൂട്ടിത്തരികയും ചെയ്യും. ആരാണ്? ഈ നമ്മളെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ അടങ്ങിയിരിക്കുന്ന ഏത് omega-3 ഫാറ്റി ആസിഡിലെ ഒരു ടൈപ്പ് ആയിട്ടുള്ള ALA. ദെൻ അടുത്തത് എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇൻഫ്ലമേഷൻ. അത് ഓൾറെഡി ഞാൻ ഇൻഫ്ലമേഷൻ എന്താന്ന് പറഞ്ഞു. അതിനൊരു ഈ ALAക്ക് ഒരു സവിശേഷതയുണ്ട്. എന്താണ്? ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലമേഷനെ ചെറുക്കാനുള്ള സവിശേഷത, ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ആയിട്ടുള്ള ആ ഇൻഫ്ലമേഷനെ, അതായത് ഒത്തിരി ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലമേഷനെ കുറച്ച് തരാനായിട്ട്, ക്രോണിക് ബാച്ചിലർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്നാ? ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞാൽ കുറെ പ്രായമായിട്ടും കല്യാണം കഴിക്കാതെ നിൽക്കുന്ന. നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ, അല്ലെ? അതാണ് ഈ ക്രോണിക് അവസ്ഥ. കുറെ നാളായിട്ട് ഈ നീർക്കെട്ട് നിൽക്കുക. അത് വാദം, അങ്ങനത്തെ അസുഖങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് വരിക, അതാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ. ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്നത് എപ്പോഴും കുറെ നാളുകൾ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഇൻഫ്ലമേഷൻ. അപ്പൊ സോ ക്രോണിക് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. അപ്പൊ ആലോചിച്ച് നോക്കി, ഈ വാദവും പ്രശ്നങ്ങളും കൊണ്ടൊക്കെ നിൽക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം, എത്രയോ പേരെ. അത് ഈ വാദം പ്രശ്നങ്ങളൊക്കെ പണ്ട് നാള് തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മളുടെ ഈ കുഞ്ഞു ബോക്സ് നമ്മുടെ കയ്യിലുള്ളത്. അടുത്തത് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് എന്നാൽ പോലും ഈ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറെ നാളുകൾ കൊണ്ട് നമ്മൾക്ക് ഈ നീർക്കെട്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ ആരോഗ്യത്തിലെ പല അവസ്ഥകളെയും ബാധിക്കും. ഒന്ന്, നമ്മൾ ആദ്യമേ കണ്ടു, നമ്മുടെ ഹാർട്ടിനും ഹൃദയാരോഗ്യത്തിനും രക്തക്കൊള്ളുകളുടെ ആരോഗ്യത്തിനും അവിടെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡയബറ്റിസ്, ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്. ക്യാൻസർ വരെ വരാവുന്ന ചാൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കണേ. അപ്പൊ ഇതേപ്പറ്റി ഇനി കൂടുതൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല BP ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പി കൂടും. നോക്ക്, അതുപോലെ അടുത്ത ഒരു കാര്യമാണ് ഈ ALA, ആൽഫ ലിനോലിനിക് ആസിഡ് എന്ന് പറയുന്ന omega-3 ഫാറ്റി ആസിഡിന്റെ വേറൊരു ഗുണമാണ് നമ്മളുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, ബ്രെയിനിന്റെ ഹെൽത്തിനെ സഹായിച്ചു തരും. നമ്മളുടെ തലച്ചോറിന്റെ ആരോഗ്യം നന്നാക്കി നിലനിർത്താനായിട്ട് സഹായിക്കും. കോഗ്നേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറാണ് നമ്മളുടെ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. കൈകാലുകളുടെയും അതുപോലെ തന്നെ നമ്മളുടെ വർത്താനം, എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നത് നമ്മളുടെ ഈ തലച്ചോറിൽ നിന്നാ കൺട്രോൾ പോണത്, അല്ലെ? നമ്മളുടെ മെയിൻ CPU ആണ് ഇരിക്കുന്നത്
സാധനം. അതുപോലെ തന്നെ നമ്മൾക്ക് ആവുമ്പോഴത്തേനും കുറെ പ്രശ്നം വരില്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ പറയുന്ന ഓർമ്മയുടെ പ്രശ്നം ഞാൻ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ആ കൺട്രോൾ, ആ ക്രോഡീകരണം പലപ്പോഴും കുറഞ്ഞു പോകും പ്രായമാകുമ്പോഴത്തേനും. അതിനെ എല്ലാം ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് പ്രായം ആവുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രായമായാൽ പോലും അതിന്റെ ആ ഒരു അവസ്ഥ, ഈ ഒരു പറയുന്ന പ്രശ്നങ്ങളെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കുമ്പോൾ അതിലുള്ള ALA സഹായിക്കുന്നു. then അടുത്തത് നോക്കിയേ, ഇത് വായിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇത്തിരി പാടാണ്, എന്നാൽ പോലും നോക്കുക. അതും ചില പഠനങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് ALA അടങ്ങിയ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ കൂട്ടിത്തരും. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധയും ഓർമ്മയും ഇംപ്രൂവ് ചെയ്ത് കിട്ടും. ഏത് മനുഷ്യരാ ഇന്ന് വരെ പറയാത്ത അയ്യോ ഓർമ്മ പഴയ പോലെ ഇല്ല, ഇങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? അല്ലെ, എനിക്ക് പഴയ പോലെ ശ്രദ്ധിക്കാൻ പറ്റണില്ല. പണ്ട് നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങളൊക്കെ ഇത് പെട്ടെന്ന് പഠിക്കാൻ മക്കളെ. RCMന്റെ പ്രോഡക്റ്റ് പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യ, ഞങ്ങൾ ഇതൊക്കെ അങ്ങ് പോകും. വേണ്ട, ആദ്യം ഒരു വെജ് ഒമേഗ മേടിച്ചങ്ങ് കഴിച്ചു തുടങ്ങിക്കോ, പതുക്കെ നമുക്ക് ഇതെല്ലാം നടക്കും. അല്ലെ, ശരിയല്ലേ? എന്തൊക്കെ എക്സ്ക്യൂസുകളാണ്, ശരിയല്ലേ? അപ്പൊ മറന്നുപോലെ, ശ്രദ്ധിക്കാൻ പറ്റായിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ അമ്മമാരുടെ പ്രഗ്നൻസി ടൈമിൽ, അതുപോലെ അവർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ സമയത്ത്, മുല കൂട്ടുന്ന സമയത്തൊക്കെ ആവശ്യത്തിന് ഈ പറയുന്ന പോലെ നമ്മൾക്ക് omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താ ഗുണം കിട്ടുന്നത്? കുഞ്ഞുങ്ങളുടെ തലച്ചോറും അവരുടെ നെർവസ് സിസ്റ്റവും നാഡീവ്യൂഹവും നല്ല രീതിയിൽ ഡെവലപ്പായി കിട്ടും. അത് നമ്മൾ DHA പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യമാണ്. ഈ ചോദ്യത്തിനൊക്കെ ആൻസർ നമുക്ക് ലാസ്റ്റ് വരുന്നുണ്ട്, ഞാനത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ. ഇത് എവിടെയാ കേട്ടേക്കണേ? ഏജ് റിലേറ്റഡ് AMD എവിടെയാ കേട്ടാണ്? നമ്മൾ ന്യൂട്രിചാർജ് വ്യൂ പഠിക്കുമ്പോൾ പഠിക്കേണ്ട, അതായത് നമ്മളുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ പ്രായമാവുമ്പം, നമ്മൾ പ്രായമായെന്ന് നമ്മൾ ശരിക്കും സമ്മതിക്കണത് എപ്പോഴാ? നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോഴാ, ശരിയല്ലേ? അതുവരേക്കും നമ്മൾ അങ്ങ് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. കണ്ണിന്റെ കാഴ്ച പറയുമ്പോൾ പതുക്കെ മനസ്സിനെ റിലൈസ് ചെയ്ത് തുടങ്ങും, കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു തുടങ്ങി, പ്രായമായി തുടങ്ങി, അല്ലെ? അതിനെ നമുക്ക് അപ്പൊ മനസ്സിന് ഒരു എന്നാ പറയുന്നത്, അയ്യോ പ്രായമായി തുടങ്ങി, ഈ പ്രശ്നമൊക്കെ അങ്ങ് കുറയ്ക്കാൻ നമുക്ക് എന്നാ ഈ ഒരു റിസ്ക് കുറഞ്ഞു കിട്ടും. എന്നായാലും പ്രായമാകുമ്പോൾ കാഴ്ച കുറയും, അതൊക്കെ ശരിയാണ്. അപ്പോ ഈ AMD, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിന്റെ ഉള്ളിലെ കാഴ്ചയുടെ കലകളെ കുറച്ച് കൊണ്ടുവരുന്ന പ്രശ്നത്തെ കുറഞ്ഞു കിട്ടും. ഏത്? നമ്മൾ ഈ വെജ് ഒമേഗ നമ്മൾ സ്ഥിരം എടുക്കുമ്പോൾ. ഇപ്പൊ എത്ര എണ്ണ എടുക്കണം എന്നുള്ളതിന്റെ ആൻസർ ഒക്കെ വരും കേട്ടോ, വിഷമിക്കണ്ട. ഇനി ക്യാൻസർ പ്രിവെൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ചില സ്റ്റഡീസ് പറയുന്നുണ്ട് ക്യാൻസറിനെ തടയാനുള്ള ക്യാൻസർ ഉള്ളതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് മരുന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ, അതായത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ക്യാൻസറിന്റെ ചെറിയ ചെറിയ കോശങ്ങളുണ്ട്, അതിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ട്രിഗർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ചിലതരം ക്യാൻസറുകളെ, ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിൽ വന്നതോ അല്ലെങ്കിൽ ആണുങ്ങളുടെ പ്രോസ്റ്റേറ്റിൽ വരുന്ന ക്യാൻസറുകളെ ഒക്കെ ഒന്ന് ആ ഒരു റിസ്കിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ ALA സഹായിക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങളിലൂടെ കാണപ്പെടുന്നുണ്ട്. അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ചില പഠനങ്ങൾ. ഒത്തിരിയേറെ പഠനങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ചില പഠനങ്ങളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും, ചില പഠനങ്ങൾ ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ നമ്മളുടെ ALA എന്ന് പറഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡിന്റെ ഒരു ടൈപ്പ്, നമ്മളുടെ വെജ് ഒമേഗയിലെ കണ്ടന്റ്, അതിന്റെ ഒരു പഠനമാണ് എന്ത്? ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത്. സ്ലൈഡ് ചേഞ്ച് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, എത്രത്തോളം omega-3 നമുക്ക് ഒരു ദിവസം കഴിക്കണം? ഇപ്പൊ എത്ര എണ്ണം എന്റെ അടുത്ത് ചോദിച്ചു, അതുപോലെ തന്നെ എത്രത്തോളം omega-3 നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അതില് നിങ്ങൾക്ക് ഏറ്റവും മുകളിലത്തെ വായിച്ചു നോക്കിയാൽ റെക്കമെൻഡഡ് എമൗണ്ട് ഓഫ് ALA എന്താണെന്നറിയാലോ. അപ്പൊ ഒരു അഡൽട്ട് മെന്നിനും അഡൽട്ട് വുമണിനും വേണ്ടത് 1.6 ഗ്രാമും 1.1 ഗ്രാമുമാണ്. ആ ഒരു സ്റ്റാർ ഇട്ടേക്കുന്നത് മാത്രമാണ് ടോട്ടൽ omega-3 എത്ര വേണമെന്നുള്ളത്. ഇതിൽ ആദ്യത്തെ, അതായത് ബർത്ത് ടു 12 മന്ത്സ്, അതായത് ആദ്യത്തെ ജനിച്ച് ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിന് വേണ്ട എത്രത്തോളം ടോട്ടൽ omega-3 വേണമെന്നുള്ളത്. അത് ഏതൊക്കെയായിരുന്നു? ALA, EPA,
അതുപോലെ തന്നെ DHA പോട്ടെ. ഇപ്പം നമ്മൾ AL എത്രത്തോളം വേണമെന്നുള്ളത് അതിന്റെ ഒരു സ്റ്റഡിയാണ് ഇട്ടേക്കുന്നത്. അതിൽ നമ്മൾ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു പുരുഷന് 1.6 gram പെർ ഡേ, വുമണിന് 1.1 gram പെർ ഡേ, ഇത്രയാണ് വേണ്ടത്. ഇതിന്റെ ഒപ്പം തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് രണ്ടെണ്ണം നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? omega-3 ഫാറ്റി ആസിഡും omega-6 ഫാറ്റി ആസിഡും. omega-3 ഫാറ്റി ആസിഡിലെ ഒരു ടൈപ്പ് AL ആണ്. ഇനി omega-6 ഫാറ്റി ആസിഡ് നമുക്ക് ഇതേപോലെ എത്ര വേണം പെർ ഡേ എന്നുള്ളതിന്റെ ഒരു കണക്കാണ് ഈ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്റെ സിസ്റ്റത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കണം. അപ്പോ ഇനി നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗയെ പറ്റി പഠിക്കാം. അത് നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ ഒരു ഇഷ്ടം തോന്നിക്കാണുമല്ലോ അല്ലെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയെ പറ്റി. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അതിന്റെ പേര് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന, ചണവിത്ത് എന്നാന്ന് തോന്നുന്നു അതിന്റെ മലയാളം. അതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. അതിന്റെ ഓയിലാണ് ഈ പറയുന്ന നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ ഇരിക്കുന്ന കണ്ടന്റ്. അതിനകത്താണ് ഏതുള്ളത്? നമ്മളുടെ ഇത് കാണാത്ത ആരെങ്കിലും, പുതുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഇരിക്കുന്ന ഈ പറയുന്ന ഗോൾഡൻ കളറിൽ കാണപ്പെടുന്നത് ഏതാണ്? ഇതിന്റെ ഉള്ളിലുള്ള ഓയിലാണ്. ഏത്? ഫ്ലാക്സ് സീഡ് ഓയിലാണ്. അതിനകത്ത് omega-3 AL മെയിൻ കണ്ടന്റ് ആയിട്ട് വരും. അതിന്റെ താഴെ യെല്ലോയിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ഈ ഫ്ലാക്സ് സീഡ് ഓയിലിൽ. ഇപ്പൊ ആദ്യം എഴുതിയേക്കുന്ന പേര്, അതിന്റെ സയന്റിഫിക് നെയിമാണ് ലിനം ഉസിറ്റാറ്റിസിമം എന്നൊക്കെ പേര്. അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മളുടെ മനസ്സിലോട്ട് നിൽക്കില്ല. ഫ്ലാക്സ് സീഡ് ഓയിൽ അതിനകത്ത് മെയിൻലി നോക്കിയേ 57% ലിനോലെനിക് ആസിഡ് ആണ്. ലിനോലെനിക് ആസിഡ് ALAയും ഉണ്ട്, GLA ഉണ്ട്. അപ്പൊ അതിൽ 57% ലിനോലെനിക് ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ 15% ലിനോലിക് ആസിഡും ഉണ്ട്. ഇതാണ് നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആയിട്ട് പഠിച്ചത്. അതായത് omega-3 ഫാറ്റി ആസിഡും omega-6 ഫാറ്റി ആസിഡും. ഞാൻ പറഞ്ഞില്ല ഇരട്ട പിള്ളേരുടെ പേര് പോലെ ഉണ്ടെന്നൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഈ ഫ്ലാക്സീഡ് ഓയിലിൽ നമുക്ക് വേണ്ട ഒലീക് ആസിഡ് ഞാൻ ആദ്യമേ പറഞ്ഞു, നോൺ എസെൻഷ്യൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു നാച്ചുറൽ ഒരു ഓയിൽ എടുക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ള ഓയിൽ ഏതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്? ഫ്ലാക്സ് സീഡിൽ നിന്ന് കിട്ടുന്ന ഓയിലിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടേണ്ട ഏത് omega-3 അല്ലെങ്കിൽ ഒമേഗ ഫാറ്റി ആസിഡ്സുകളെ നമുക്ക് കിട്ടാനുള്ള ചാൻസ്. അതുകൊണ്ടാണ് ഫ്ലാക്സ് സീഡ് ഓയിൽ നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയുടെ കണ്ടന്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോ ഇത് omega-3 ഫാറ്റി ആസിഡിനകത്ത് പ്രൊവൈഡ്സ് omega-3, 6 and 9, omega-6, 9 ഇത്രയൊക്കെ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ PSCക്ക് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, പ്ലാന്റിൽ നിന്ന് പ്ലാന്റ് അതായത് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിൽ വെച്ചിട്ട് omega-3 കിട്ടാൻ ഏറ്റവും വലിയ സോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ഫ്ലാക്സ് സീഡ് ആണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് അടങ്ങിയേക്കുന്ന കണ്ടന്റ് ആണ് ഏത്? ആൽഫ ലിനോലെനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച omega-3 ഫാറ്റി ആസിഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നമ്മൾ ഓർക്കും, എന്നാ പിന്നെ അത് കുറച്ചങ്ങോട്ട് വാങ്ങിച്ചാൽ വിത്ത് അങ്ങ് ഫ്ലാക്സ് സീഡ് വാങ്ങിച്ച് അങ്ങ് കഴിച്ചാലോ, അങ്ങനെ കഴിച്ചാലോ, ഇങ്ങനെ കഴിച്ചാലോ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടന്റ് കുറവായിരിക്കും. അത് മാത്രമല്ല ആ ഒരു സീഡ് നമ്മൾ എന്തോ ഒരു രീതിയിൽ എന്തോ പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ടോക്സിൻ ഒരു എഫക്റ്റ് ഉണ്ട്. ആ ഒരു ഇത് നമുക്ക് കുറച്ച് ദോഷമായിട്ട് മാറും. സോ നമ്മൾക്ക് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് കിട്ടാൻ പാകത്തിന്, AL കിട്ടാൻ പാകത്തിന് അവൈലബിൾ ആയിട്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂട്രിചാർജ് നമ്മൾ ബാക്കിയെല്ലാം പറയുമ്പോൾ ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് വുമൺ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു വെജ് എന്ന് വന്നത്, വെജ് ഒമേഗ എന്ന് വന്നത്? അതാണ് താഴെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാക്സ് സീഡ് ഓയിലിൽ നിന്നാണ് നമ്മളുടെ omega-3 ഫാറ്റി ആസിഡ് എടുത്തേക്കുന്നത്. സോ അപ്പൊ അതൊരു പ്ലാന്റ് സോഴ്സ് ആണ്, ചെടികളിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇനി അതിനെ ഗുളിക രൂപത്തിലാക്കുമ്പോൾ, ടാബ്ലറ്റ് ഫോമിലാക്കുമ്പോൾ അതിന്റെ പുറത്തുള്ള പ്രൊട്ടക്റ്റീവ് കവർ, ആ ഷെൽ ഉണ്ടാക്കിയേക്കുന്നതും വേറെ ഒന്നിൽ നിന്നുമല്ല, റെഡ് ആൽഗയിൽ നിന്നാണ്. റെഡ് ആൽഗ ഒരു മറൈൻ ഒരു ആൽഗയാണ്, അതായത് കടലിൽ കാണപ്പെടുന്ന ഒരു ആൽഗ. ആ ആൽഗയിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് പ്രോസസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഷെൽ അല്ലെങ്കിൽ ഒരു കവറിംഗ് ആണ്, ഒരു മെംബ്രെയിൻ ആണ് എന്ത് കൊടുത്തേക്കുന്നത്? നമ്മളെ മുട്ടയുടെ ഉണ്ണി അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള ഉണ്ണിയും മുട്ടയുടെ ഷെല്ലിന്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് പറയുന്ന പോലെ ഈ ഓയിലിനെ ഈ പറയുന്ന ഷെല്ലിന്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ പറയുന്ന ടാബ്ലറ്റ് ഫോമിൽ കിട്ടുന്നത്. ആ റെഡ് ആൽഗ കരാഗ്നിൻ എന്ന് പറയും. അപ്പോ അതും എങ്ങനെയാണ്? അതും ചെടിയുടെ ബേസിൽ നിന്ന് തന്നെയാണ്. റെഡ്
ആൽഗയാണ്, ചെടിയുടെ ബേസിൽ നിന്നാണ്. പലപ്പോഴും പല ഗുളികകളും വരുന്നത് ഈ ജലാറ്റിൻ അങ്ങനെ ഒന്നല്ലെങ്കിൽ ജന്തുക്കളുടെ എല്ലിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള രീതിയിലാണ് അതിന്റെ കവറിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്, പൈസ കുറച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് പ്യൂർ വെജ് ആണ്. അപ്പൊ ഏറ്റവും വെജിറ്റേറിയൻ ആയിട്ടുള്ള പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കാൻ നമുക്ക് ായിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രി ചാർജ്. എന്നതാ, മീൻ ഗുളിക എന്നല്ലേ. അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ വെജിറ്റേറിയൻസിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനായിട്ട്, പക്ക വെജിറ്റേറിയൻസിനൊക്കെ. അപ്പൊ നമുക്ക് ആരുടെ അടുത്തും കൊടുക്കാൻ പറ്റും ഈ പറയുന്ന കാര്യം, വീഗൻസിന്റെ അടുത്ത്. ദെൻ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ ഇനി എന്തിനാന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട, ഓൾറെഡി ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഹാർട്ട് ഹെൽത്തിന് സഹായിക്കും. അതുപോലെ തന്നെ omega-6 ഫാറ്റി ആസിഡും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അഡീഷണലി നമുക്ക് കുറച്ചുകൂടെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. ബോൺ ഹെൽത്തിനെ സഹായിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം നമ്മളുടെ ബോണിൽ കൂടുതൽ കിട്ടി അത് എന്താ ബോണിന് കൂടുതൽ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി സഹായിക്കും. ബ്ലഡ് ഷുഗർ നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞതാന്ന് തോന്നുന്നു. ദെൻ അല്ല, ഇത് ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല. ഹൈ ബ്ലഡ് ഷുഗർ ആക്ട് ആസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ദാറ്റ് ഹെൽപ്സ് ഡിക്രീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഈ നമ്മളുടെ ALAക്ക് എന്തിനുള്ള കഴിവുണ്ട്? ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. ആ നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ പലപ്പോഴും ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു പ്രതിരോധമായി പോവാറുണ്ട്. ആ ഇൻസുലിൻ റെസിസ്റ്റിവിറ്റി വരുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് പറ്റും? ഇൻസുലിൻ ആണ് നമ്മളുടെ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ എടുത്തോണ്ട് പോയി ഓരോ കോശങ്ങളിലും കൊണ്ട് കൊടുക്കുന്നത്. വെറുതെ ഗ്ലൂക്കോസിന് തന്നെ പോയ കോശങ്ങള് തുറന്നു കൊടുക്കൂല, വാതിൽ തുറന്നു കൊടുക്കൂല. ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി ആ കോശങ്ങളുടെ ഉള്ളിലേക്ക് ആർക്ക് കയറാൻ പറ്റുള്ളൂ? ഈ പറയുന്ന ഗ്ലൂക്കോസിന് കയറാൻ പറ്റുള്ളൂ. ഗ്ലൂക്കോസ് ആണ് ഓരോ നമ്മളുടെ കോശങ്ങൾക്കും വേണ്ട എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. അപ്പോൾ ആ ഗ്ലൂക്കോസ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ആര് വേണം? ഇൻസുലിൻ വേണം. പക്ഷെ ഇൻസുലിൻ ഉണ്ടാവുന്നത് തടയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മളുടെ ശരീരത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഷുഗർ ഒക്കെ പലപ്പോഴും വരുന്നത്. അതായത് നമ്മൾ ഡയബറ്റിക് ആന്ന് പറയുന്നത്. ശരീരത്തിന് വേണ്ടത്ര ശരീരത്തിലെ സെല്ലിന് വേണ്ടത്ര എന്താണ് ഗ്ലൂക്കോസ് കിട്ടുകയല്ല, എന്നാൽ ബ്ലഡിൽ ഉണ്ട് താനും. അത് ഇൻസുലിൻ ഉണ്ടായാലല്ലേ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നത്തെ ഇല്ലാണ്ടാക്കാനായിട്ട് ആരുണ്ടെങ്കിൽ സഹായിക്കും. നമ്മൾ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ കഴിക്കുമ്പോൾ സഹായിക്കും. ദെൻ അടുത്തത് നമ്മളുടെ മുടിയുടെയും നഖത്തിന്റെ ഒക്കെ ഹെൽത്തിന് സഹായിക്കും. അത് പ്രത്യേകം ഓർത്തേക്കുക. നമ്മളുടെ ഈ നഖമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകണമെങ്കിൽ നമ്മൾ കാൽഷ്യം ഡെഫിഷ്യൻസി മാത്രം ചിന്തിക്കരുത്, ഈ omega-3 ഡെഫിഷ്യൻസിയും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചേക്കണം. അതുപോലെ സ്കിന്നിന്റെ ഹെൽത്ത്, അത് പറയാതെ വയ്യ. നമ്മളുടെ കോശങ്ങൾക്ക് നമ്മളുടെ ശരീരത്തിൽ നമ്മളെ ഉണ്ടാക്കിയേക്കുന്നത് ഏതാണ്ട് ഒരു 38 ട്രില്യൺ സെൽസ് വെച്ചിട്ടാന്ന് പറയുന്നത്. നമുക്ക് ഈ സെല്ല് കാണാൻ പറ്റില്ല അല്ലെ? അത് എത്രയേറെ സെല്ല്. ഇപ്പൊ ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതൊരു ഏക കോശ ജീവിയാണ്, ഒരു സെല്ലേ ഉള്ളൂ അതിന്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവണം എന്നാ, നമ്മളുടെ ലൈഫിന്റെ അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ്, അതായത് ജീവനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കോശ, ഒരു സെല്ല. അപ്പൊ അതേ കൂട്ട് 38 ട്രില്യൺ സെൽസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. ആ സെല്ലിന്റെ എല്ലാത്തിനും ആ സെല്ല് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ വരച്ചിട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതിനൊരു സെൽ മെമ്പറൈൻ, കോശസ്തരം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോശസ്തരങ്ങളെ, ഈ സെൽ മെമ്പറൈനെ ഉണ്ടാക്കണമെങ്കിൽ, പ്രോപ്പറായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ട ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലും ആര് വേണം? omega-3 ഫാറ്റി ആസിഡ് വേണം. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്തിലും, കാരണം സ്കിന്നും കോശങ്ങളാൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു നല്ല ചുളുക്കം വീഴാത്ത നല്ല സ്കിന്നായിട്ട് പ്രായമായാൽ പോലും സ്കിന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന രീതിയിൽ സ്കിന്നിന് വേണ്ടത്ര മോയ്സ്ചറൈസ് ചെയ്ത് അല്ലെ, ഇങ്ങനെ ചുളുങ്ങി ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കാതെയൊക്കെ സഹായിക്കാനായിട്ട് ഈ പറയുന്ന ന്യൂട്രി ചാർജ് വെജ് ഒമേഗ കഴിച്ചോ നല്ലൊരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ ഒരു ഗുണം കൂടെ നമുക്ക് കിട്ടും. ക്രീമുകളും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ പലപ്പോഴും ന്യൂട്രി ചാർജ് അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒപ്പം തന്നെ നമ്മൾക്ക് വേണ്ട കൃത്യമായൊരു പോഷകമാണ് ഏത്? omega-3 ഫാറ്റി ആസിഡ്. ദെൻ നമ്മളുടെ ഇമ്മ്യൂൺ സപ്പോർട്ടിന്, നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഇത് നന്നായിട്ട് സഹായിക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ രോഗപ്രതിരോധ ശക്തിയിൽ നമ്മൾ പലപ്പോഴും വൈറ്റമിൻ സിനെയൊക്കെ കാര്യമായിട്ട് ചിന്തിക്കുള്ളൂ. പക്ഷെ ഒപ്പോർത്തോ omega-3 ഫാറ്റി ആസിഡും അതിന് സഹായിക്കും. ഇനിയാണ് ചോദ്യോത്തരങ്ങൾ. ഇനി
എത്ര omega-3 നമുക്ക് എത്ര കഴിക്കാം? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. 1.6 ഗ്രാമും 1.1 ഗ്രാമും ഞാൻ അത് ഓൾറെഡി പറഞ്ഞു. എത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് കഴിക്കാം? 12 വയസ്സിന് മുകളിലുള്ളവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റൂ. ഇത് വീണ്ടും പ്രശ്നമായി. ഇതൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കട്ടെ. ഓക്കെ. ഇനി എത്ര നാള് ഞാനിത് കഴിക്കണം? ഇത്രയും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എത്ര നാള് കഴിക്കണം എന്ന്. നമ്മൾ എത്ര നാൾ ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ അത്രയും നാൾ ഇത് നമ്മൾ കഴിക്കണം. കാരണം ഇനിയിപ്പോ അതിന്റെ ഒരു ആൻസർ ഞാൻ വായിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മളിത് കഴിക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കഴിക്കുക. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് പ്രഗ്നന്റ് വുമണിനും നഴ്സിംഗ് മദേഴ്സിനും, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് കഴിക്കാം. ഓൾറെഡി നമ്മൾ കണ്ടു. അത് കഴിക്കാമോ എന്നല്ല, അത് കഴിക്കണം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഇത് നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ സേഫ് ആണോ? നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ചുമ്മാ ആണ് എന്റെ ഉറപ്പല്ല ഇത്. ആരുടെ ഉറപ്പാണ്? FSSAIയുടെ ഉറപ്പാണിത്. ഇത് അപ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കിത് സേഫ് ആയിട്ട് കഴിക്കാം. FSSAIയുടെ അപ്രൂവൽ ഉള്ളതാണ്. ദെൻ omega-3 തൈറോയ്ഡ് ഉള്ളവർക്ക് കഴിക്കാവോ? അടുത്ത ചോദ്യമായിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ കേട്ടായിരുന്നു ഹോർമോണൽ ഇംബാലൻസിനെ, ഹോർമോൺ കറക്റ്റ് ചെയ്യാനായിട്ട് ഫാറ്റ് സഹായിക്കുമെന്ന് നമ്മൾ ആദ്യത്തെ സ്ലൈഡിലെ ഫാറ്റിന്റെ 10 ധർമ്മങ്ങളിൽ ഒന്നിൽ പഠിച്ചായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം omega-3 ഫാറ്റി ആസിഡ് നല്ല ഫാറ്റി ആസിഡ് ആണ്. അത് ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് റിലേറ്റഡ് പ്രോബ്ലത്തിന് ഇത് നല്ലതായിരിക്കും. നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോ ഇനി അടുത്ത പോയിന്റ്, അടുത്ത ചോദ്യം. സ്ലൈഡ് മാറ്റാൻ നോക്കട്ടെ. സോറി കേട്ടോ, സിസ്റ്റത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഇനി എന്തൊക്കെയാണ് ബെനിഫിറ്റ്? നമ്മള് ഒരു സ്ലൈഡോടെ ഉണ്ടായിരുന്നത് മിസ്സായി പോയി. എത്ര എണ്ണം കഴിക്കാന്നല്ലേ അതൊരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇതിനകത്ത് സ്ലൈഡ് എന്തോ മിസ്സായെന്ന് തോന്നുന്നു. ന്യൂട്രിചാർജ് വെജ് ഒമേഗ നമുക്ക് 2 3 എണ്ണം വരെ നമുക്ക് കഴിക്കാം. നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാം അതിന്റെ കണ്ടന്റ് എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഫുഡിൽ കൂടെ കുറെ കൂടെ കിട്ടുന്നതുകൊണ്ടാണ് ഒരു മിനിമം എമൗണ്ടിൽ നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ ഈ നമ്മളുടെ ഇതിലുള്ളത്. അപ്പോ നമ്മൾക്ക് 2 3 കഴിക്കാൻ, കാരണം നമ്മൾ കണ്ടു 1.6 മില്ലിഗ്രാം 1.1 മില്ലിഗ്രാം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സോ നമുക്കിത് നമുക്കൊരു 3 2 3 4 വരെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അത് ഓൾറെഡി അപ്പൊ ഇനി പെട്ടെന്ന് ഒറ്റ വാക്കിൽ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്നാ ചെയ്യേണ്ടത്? ന്യൂട്രിചാർജ് വെജ് ഒമേഗ എന്തൊക്കെ ഗുണങ്ങളാ ഉള്ളത്? ഒറ്റ വാക്കിൽ നമുക്ക് ഒരാളോട് പറയണം. ഇപ്പൊ ഇത്രയും വാചാലമാവാനൊന്നും ആരും നമുക്ക് നിന്ന് തരൂല. അപ്പൊ നമുക്ക് പറയാം കൊളസ്ട്രോൾ കുറച്ച് തരും. അതുപോലെ തന്നെ അതിനകത്ത് മെയിൻ സാധനം, നമുക്ക് ഏറ്റവും വീതിയുള്ള സാധനം ട്രൈഗ്ലിസറൈഡ്, ആ സാധനം നമുക്ക് കുറച്ച് തരും. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും, ഹാർട്ട് ഡിസീസുകളെ കുറച്ച് തരും. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ധൈര്യമാവും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ബോൺ ഹെൽത്തിന് സഹായിക്കും. അതുപോലെ നമ്മുടെ മുടിക്കും സ്കിന്നിനും നമ്മളുടെ നഖത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമുക്കൊന്ന് കൺസൈസ് ചെയ്ത് ചുരുക്കി പറയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് മുന്നേ ചോദിച്ച ചോദ്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബാക്കി കുറെ കാര്യങ്ങൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത കാര്യമായിട്ട് അവർ ഓരോരോ ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാനായിട്ട് തീർച്ചയായിട്ടും ചോദിക്കും. അവർക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾക്ക് സമൂഹത്തിന് ഒരു നന്മ ചെയ്തു കൊടുക്കാനും പറ്റും. ഒപ്പം നമ്മളുടെ ബിസിനസ്സിൽ വളർന്ന് നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒരു അവസരം തന്ന നമ്മളുടെ RCMലെ അഖില മാഡത്തിനും മൂർത്തി സാറിനും അതുപോലെ എല്ലാ ലീഡേഴ്സിനും, പ്രത്യേകിച്ച് ഇന്നിപ്പം MC ആയിട്ടുള്ള ബിജു സനിൽ മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. JRC